പുരാണങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവകഥകളിലേക്ക് സ്വാഗതം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു രഹസ്യമായ വിശ്വാസകഥ നിങ്ങൾക്കറിയാമോ? ഭഗവതിക്കൊപ്പം വസിക്കുന്ന ഒരു ദേവി, വസൂരിമാല. ആരാണവൾ? എന്താണ് അവളുടെ കഥ? ഇന്ന് നമുക്കതറിയാം. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ശ്രീ ഭദ്രകാളി യുദ്ധത്തിൽ ദാരികനെ വധിക്കുമെന്നുറപ്പായപ്പോൾ ദാരികൻ്റെ ഭാര്യ മനോദരി ദുഃഖത്തിലായി കൈലാസത്തിൽ പോയി പരമശിവനെ തപസ്സു ചെയ്തു. പാർവതി ദേവി നിർബന്ധിച്ചപ്പോൾ ഭഗവാൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മനോദരിയോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അവൾ വസൂരി വിത്തുകളാണ് വരമായി ആവശ്യപ്പെട്ടത്. ഭഗവാൻ തൻ്റെ വിയർപ്പ് തുള്ളികൾ മനോദരിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് മനുഷ്യരുടെ മേൽ തളിക്കുക, നിനക്ക് വേണ്ടതെല്ലാം അവർ നൽകും. ഭദ്രകാളി തൻ്റെ ഭർത്താവിനെ ഛേദിച്ച ശിരസ് കയ്യിലേന്തി വേതാളപ്പുറത്ത് ശിവഗണങ്ങളോടൊപ്പം വിജയഭേരി മുഴക്കി വരുന്നത് മനോദരി കണ്ടു. അവൾക്ക് കോപം വർദ്ധിച്ചു. കയ്യിലുള്ള വിയർപ്പ് തുള്ളികൾ ഭഗവതിയുടെ മേൽ തളിക്കുകയും ചെയ്തു. തുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും ദേവി ക്ഷീണിച്ചവശയാവുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപിതനായ ശിവൻ തൻ്റെ കണ്ഠത്തിൽ നിന്ന് പിറവിയെടുത്ത് ചെവിയിലൂടെ പുറത്തു വന്ന കണ്ഠാകർണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായി നിയോഗിച്ചു. കണ്ഠാകർണൻ ദേവിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരി കുരുക്കൾ നക്കിത്തുടച്ചില്ലാതാക്കി. മുഖത്തെ വസൂരി കലകൾ മാറ്റാൻ ദേവി സഹോദരസ്ഥാനീയനായ കണ്ഠാകർണനെ സമ്മതിച്ചില്ല. ദേവിയുടെ നിർദ്ദേശപ്രകാരം കണ്ഠാകർണൻ മനോദരിയെ ദേവിയുടെ മുന്നിൽ എത്തിച്ചു. ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവളുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ മനോദരിയോട് ദേവിക്ക് അലിവ് തോന്നി. വസൂരിമാല എന്ന് പേര് നൽകി പരാശക്തി തൻ്റെ സന്തത സഹചാരിയായി കൂടെ വാഴിക്കുകയും ചെയ്തു.